വല്ലാത്തൊരു കാലാവസ്ഥ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഒരു കലത്തിൽ കുറച്ച് വെള്ളവും അരിയും എടുത്ത് റോഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും അത് കഞ്ഞിയാവും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന താപനില. ഈ ചൂടൊന്ന് മാറട്ടെ, ഒരാശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം എടുത്ത് മുഖത്തൊഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച വെള്ളം പൈപ്പിൽ കൂടി വരുന്നൊരവസ്ഥ വല്ലാത്തൊരവസ്ഥ. ഈ ചൂടത്താണ് ആളുകൾ തിയേറ്ററിലേക്ക് വരേണ്ടത്. പക്ഷേ ഈ ചൂടിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന സിനിമകളൊക്കെ മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സിനിമാ സ്നേഹി എന്ന നിലയിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ആഴ്ച എന്ന് പറയുന്നത് എന്നിലെ പ്രേക്ഷകൻ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2 മലയാള സിനിമകൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അതിലൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ്, മറ്റൊന്ന് ആവേശമാണ്. രണ്ടും കാണാനുള്ള ആവേശമുണ്ട്. രണ്ടിന് ടിക്കറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ചാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ഒരു ട്രെയിലർ ഡീകോഡിങ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടീസറൊക്കെ ഇറങ്ങിയ സമയത്ത് തന്നെ. കാരണം നിങ്ങൾ അതിൻ്റെ എഴുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, വർഷങ്ങൾക്ക് ശേഷം എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ വർഷങ്ങൾക്ക് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ടൈപ്പ് റൈറ്റർ ഫോണ്ടാണ്. ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുന്നത് പോലെയാണ് വരുന്നത്. പക്ഷേ ശേഷം എന്നുള്ളത് ഒരാൾ കൈകൊണ്ട് എഴുതുന്നത് പോലെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ വർഷങ്ങളോളം യാന്ത്രികമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ടൈപ്പ് റൈറ്ററിന് ആരെങ്കിലും ഒരാൾ പറയുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു, അത് അതുപോലെ ചെയ്യാമെന്ന് പറയുന്നൊരു യാന്ത്രിക സ്വഭാവമുണ്ട്. ഒരു മനുഷ്യൻ എഴുതുമ്പോൾ അതിന് ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ കുറേ വർഷങ്ങളോളം യാന്ത്രികമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, മലയാള സിനിമ മാറുന്നതൊന്നും അറിയാതെ തനിക്ക് ഹിറ്റുകൾ ഉണ്ടാവാൻ ഇതൊക്കെ തന്നെ മതി എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാൾ, ഒരു പക്ഷേ നാടകവേദിയിൽ നിന്ന് അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറിയ ആൾ, മാറാൻ പറഞ്ഞിട്ടും അയാൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവില്ല കുറേ കാലങ്ങൾക്ക് ശേഷം. ആ കൂട്ടുകാരൻ്റെ ജ്ഞാപകങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി വരുന്ന ഒരു സാഹചര്യത്തിൽ സിനിമയുടെ മാജിക് എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയായിട്ട് അയാളുടെ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ പറയുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, ബേസിൽ ഇവരൊക്കെയുള്ള ഇൻ്റർവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നതിൽ നിന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെയിലർ ഒരു 3-4 പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കഥയൊക്കെയാണ് ഈ സിനിമയ്ക്കുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിലെ ഇമോഷണൽ കണക്റ്റാണ് ഈ സിനിമയെ കുറച്ചുകൂടി പ്രിയപ്പെട്ടതാക്കുന്നതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ജ്ഞാപകം മോദതേ എന്ന് പറയുന്ന ട്രാക്ക് ഞാൻ എത്ര തവണ കേട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയില്ല. പ്രത്യേകിച്ച് അതിലെ ലാസ്റ്റ് പോർഷനിൽ ധ്യാൻ കൊടുക്കുന്നൊരു എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ സ്റ്റുഡിയോ റൂമിൽ നിന്നുള്ള നോട്ടമല്ല ഞാൻ പറയുന്നത്, ഇരുന്നു കൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന പ്രണവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നുണ്ട്. ആ എക്സ്പ്രഷനിൽ എനിക്ക് ഫീൽ ചെയ്തു ഈ സിനിമയുടെ ഒരു പഞ്ച് എന്തായിരിക്കുമെന്ന്. ഈ സിനിമയിൽ ഒരു മലയാള ചലച്ചിത്ര സ്നേഹി കാത്തിരിക്കുന്ന കുറേ റഫറൻസുകളുണ്ട്. ഈ സിനിമ മലയാള സിനിമയുടെ ഒരു മാറ്റത്തിൻ്റെ കാലത്ത് നിന്ന് യാത്ര തുടങ്ങുന്ന ആൻഡ് ഇന്ന് വരെയുള്ള സിനിമയിലേക്ക് യാത്ര നടത്തുന്ന അങ്ങനെ ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമയിൽ കാണാൻ സാധ്യതയുള്ള, കാണാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില റെഫറൻസുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ കാത്തിരിക്കുന്ന എന്നിലെ സിനിമാ പ്രേക്ഷകൻ എന്ന് വെച്ചാൽ ഒരുപാട് സിനിമാ കഥകളൊക്കെ പല ഇൻ്റർവ്യൂസിലാണെങ്കിലും, പിന്നെ ചരിത്രം എന്നിലൂടെ എന്ന് പറയുന്ന സീരീസിലൂടെ, അതുപോലെ ഞാൻ റേഡിയോയിൽ അമൂല്യരാഗങ്ങൾ എന്ന് പറയുന്നൊരു ഷോ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം പഴയ പാട്ടുകൾ, അതിന് പിന്നിലെ കഥകൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് വായിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന, ഉണ്ടെങ്കിൽ ഞാൻ വളരെ ത്രിൽഡായി പോകാൻ സാധ്യതയുള്ള ചില റെഫറൻസുകളുണ്ട്. ആ റെഫറൻസുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. അത് പറയുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നൊരു പുസ്തകം കുക്കു FM അവൈലബിൾ ആണ്. കുക്കു FMനെ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ 7 ദിവസത്തേക്ക് അവരുടെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മലയാള സിനിമയുടെ ചരിത്രം മാത്രമല്ല, മലയാള സിനിമാ ലോകത്ത് നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊരിക്കലും മറക്കാനാവാത്ത പല മുഖങ്ങളുണ്ട്. അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ അവസാന യാത്രയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് കൂടി കുക്കു FMൽ അവൈലബിൾ ആണ്. നമുക്കൊക്കെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷേ സമയം ഒരു വലിയ പ്രശ്നമാണല്ലോ. പക്ഷേ അത്യാവശ്യം ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ ഉള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ടൈമിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹെഡ്ഫോൺ വെച്ച് കുക്കു FMൽ നമുക്ക് ഈ പുസ്തകങ്ങളെ ആസ്വദിക്കാൻ പറ്റും. ഒരാൾ നമുക്കിരുന്ന് വായിച്ചു തരികയാണ്, സിനിമാറ്റിക് എഫക്റ്റൊക്കെ ഇട്ടുകൊണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നതിനേക്കാൾ അത് എക്സ്പീരിയൻസ് ചെയ്യൂ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ പുസ്തകങ്ങൾ മാത്രമല്ല, ലോക ക്ലാസിക്കുകൾ, മലയാളത്തിലെ ഗംഭീര ക്ലാസിക് കഥകൾ, നോവലുകൾ, ജീവചരിത്രങ്ങൾ, യാത്രാ വിവരണക്കുറിപ്പുകൾ, അങ്ങനെ അനവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയ ഇന്ത്യയിലെ ലീഡിംഗ് ആപ്പാണ് കുക്കു FM. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധ നേടിയിട്ടുള്ള മോഡേൺ, മീശ, ആരാച്ചാർ തുടങ്ങി അനവധി ഓഡിയോ കോണ്ടന്റുകൾ. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേ ലിങ്ക് തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. 7 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും എൻജോയ് ചെയ്യുക. അങ്ങനെ എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അന്നേരം ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 50% ഡിസ്കൗണ്ട് അവരുടെ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. സോ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. നന്നായി നേരം കളയൂ. മേക്ക് എവറി മിനിറ്റ് മാറ്റർ. സോ
വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഞാൻ കാണാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നേനെ എന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഉദയ സ്റ്റുഡിയോയെക്കുറിച്ച്, അതുപോലെ മെറിലാൻഡ് സ്റ്റുഡിയോയെക്കുറിച്ച്. മെറിലാൻഡാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇവരെയൊക്കെ കുറിച്ചുള്ള മെൻഷനുകളാണ്, അല്ലെങ്കിൽ ആ പേരുകൾ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്ത് പോകാമെന്ന് പറയുന്നത് അത് ശരിക്കും ചരിത്രപരമായൊരു നീതിയാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ കോടമ്പാക്കത്തെ പൈപ്പ് വെള്ളം കുടിക്കുന്ന, അങ്ങനെ സിനിമാ സ്വപ്നവുമായിട്ട് കോടമ്പാക്കത്തേക്ക് വണ്ടി കയറിയ സുഹൃത്തുക്കൾ എന്ന രീതിയിലാണ് നമ്മൾ ധ്യാനിനെയും അതുപോലെ തന്നെ പ്രണവിനെയും ഒക്കെ ഈ സിനിമയുടെ ട്രെയിലറിൽ കണ്ടിട്ടുള്ളത്. ആ പൈപ്പ് വെള്ളം കൂട്ടുകാരന് കൊടുക്കുമ്പോൾ കുടിച്ചോ എന്ന് ധ്യാൻ പറയുന്നത് നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. അങ്ങനെ കോടമ്പാക്കത്ത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തായിരുന്ന മലയാള സിനിമയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന, നമ്മുടെ സിനിമയെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ച നമ്മൾ ഒരിക്കലും മറക്കാനാവാത്ത പേരുകളാണ് ഉദയ സ്റ്റുഡിയോ, മെറിലാൻഡ് സ്റ്റുഡിയോ തുടങ്ങിയിട്ടുള്ള പേരുകൾ. നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അവരതിനൊരു ബിസിനസ്സായിട്ടല്ലേ കണ്ടത്. ഇവിടേക്ക് സിനിമയെ കൊണ്ടുവരുമ്പോൾ അവരുടെ ചിലവൊക്കെ കുറയ്ക്കാൻ പറ്റുമല്ലോ എന്ന് കരുതി ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അതിനൊരു ബിസിനസ്സായിട്ട് കാണാം. യെസ്, ഇറ്റ്സ് എ ബിസിനസ്. പക്ഷേ ആ ബിസിനസ്സിനും അപ്പുറത്തേക്ക് ഒരുപാട് ജീവിതങ്ങൾ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. അതെങ്ങനെയായിരിക്കും ഈ സിനിമയിൽ മെൻഷൻ ചെയ്യപ്പെടുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ നമ്മൾ സ്വാമീസ് ലോഡ്ജിൻ്റെ ഒരു മെൻഷൻ കാണുന്നുണ്ട്. സിനിമ സ്വപ്നം കണ്ട് ഇവിടുന്ന് വണ്ടി കയറിപ്പോയ എത്രയോ വലിയ വലിയ പ്രതിഭകളുടെയൊക്കെ അനുഭവക്കുറിപ്പുകളിൽ നമ്മൾ ആ പേര് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ സ്വാമീസ് ലോഡ്ജ് മാത്രമല്ല, അവിടുത്തെ തെരുവുകളുണ്ടല്ലോ, അവിടുത്തെ മറ്റ് ലോഡ്ജുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ സ്വപ്നം കണ്ടുവന്ന ഒരുപാട് ആളുകളുടെ കണ്ണീരും വിയർപ്പും രക്തവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരുപാട് മുറികളുണ്ട്, ഒരുപാട് വഴികളുണ്ട്. അതിനെയൊക്കെ കുറിച്ച് ഒരു 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 റെഫറൻസ് ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാ ആളുകളുടെയും സ്ഥലങ്ങളുടെയും പേരുകൾ പെർഫെക്റ്റായിട്ട് മെൻഷൻ ചെയ്തു പോകുന്ന അങ്ങനെയല്ല, പക്ഷേ അത്തരം ചില മെൻഷനുകൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഈ തെരുവുകളിലൊക്കെയാണ് പിൽക്കാലത്ത് സൂപ്പർ സ്റ്റാറുകളായി മാറിയ പല ഇൻഡസ്ട്രീസിൻ്റെയും തലവര തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ആളുകൾ നടന്നിട്ടുള്ളത്, നിന്നിട്ടുള്ളത്, കിടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത് അവിടെ പുതിയൊരുത്തം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില പേരുകളൊക്കെ മെൻഷൻ ചെയ്യുന്നത് കേൾക്കാൻ അത് ഭയങ്കര രസമായിരിക്കും. മൂന്നാമത്തെ ഏറ്റവും ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ചില മുഖങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ സിനിമയുടെ ട്രെയിലർ വന്നപ്പോഴും ടീസർ വന്നപ്പോഴും ഒരുപാട് ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ളത് ധ്യാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ശ്രീനിവാസിൻ്റെയും പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം മോഹൻലാലിൻ്റെയും കഥാപാത്രങ്ങളായി മാറുന്നു എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ അത്തരം ചില റെഫറൻസുകൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമയുടെ ട്രെയിലർ ഒരു 3-4 വട്ടം ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രണവ് ചെയ്യുന്ന കഥാപാത്രത്തിന് മോഹൻലാൽ എന്ന അഭിനേതാവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രത്തിലെ വരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം അയാൾ, അല്ലെങ്കിൽ ആ കഥാപാത്രം എന്ന് പറയുന്നത് അതൊരു നിമിത്തമാവാൻ സാധ്യതയുള്ള, പിൽക്കാലത്ത് ഒന്നുമാവാതെ പോയ ഒരുപാട് സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാരുടെ, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്ന സിനിമ ഇതല്ല, മലയാള സിനിമ ഇങ്ങനെയല്ല ആവേണ്ടത് എന്നൊക്കെ ഉറച്ച് പറഞ്ഞിട്ടുള്ള, പുതു സിനിമയുടെ വഴികൾ വെട്ടിത്തെളിച്ചിട്ടുള്ള പല ആളുകളുടെയും റെഫറൻസുകളുടെ ഒരു കൂട്ടമായിരിക്കും പ്രണവിൻ്റെ കഥാപാത്രം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും ഈ സിനിമയിൽ എവിടെയെങ്കിലും മോഹൻലാലിൻ്റെ വരവുണ്ടാവും, അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന. കാരണം ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ട്, പത്മരാജൻ, ഭരതൻ, പ്രിയദർശൻ തുടങ്ങിയ ആളുകളുടെ സിനിമകൾ പോയി കാണ്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അരി വെച്ച് കൊടുക്കുക, മാറുന്ന മലയാള സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേട്ടെങ്കിലും മനസ്സിലാക്കാം നിനക്കെന്ന് പ്രണവിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്. ഇതേ പ്രണവിൻ്റെ കഥാപാത്രം തന്നെ മുരളി നിങ്ങൾ പറയുന്നത് എനിക്കൊരു സിനിമ പോലെ കാണാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമയെ സ്നേഹിച്ച കുറച്ച് കൂട്ടുകാർ, രണ്ട് കൂട്ടുകാർ ഒരു സ്ഥലത്തെത്തുന്നു. അതിലൊരാൾ സിനിമയിൽ കയറി പോകുമ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല മാറുന്ന സിനിമയ്ക്ക് വേണ്ടതെന്ന് ഉറച്ചു പറഞ്ഞിട്ടുള്ളൊരു കൂട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായും മോഹൻലാലിൻ്റെ ഒരു റെഫറൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹത്തോടെ, നമുക്ക് എല്ലാം ഒന്നും നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സിനിമ ഉണ്ടാക്കണമെന്ന് നമുക്ക് വിനീത് ശ്രീനിവാസനോട് പറയാൻ പറ്റുമോ? പക്ഷേ ഹനീഫ് കെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൊച്ചിൻ ഹനീഫ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില കഥകളുടെ എന്താ പറയുക, ചിലതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കണ്ണ് നിറയാറുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ, അയാളുടെ എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭരതൻ, പത്മരാജൻ, പ്രിയദർശൻ തുടങ്ങിയ പേരുകൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മെൻഷൻസ്, ചിലപ്പോൾ പപ്പേട്ടൻ വരുന്നു എന്ന് പറയുന്നത് പോലെ ആ ക്യാരക്ടർ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തു പോകുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൊമെൻ്റൊക്കെ. ഞാൻ പറയുന്ന മൊമെൻറ്റുകൾ ഉണ്ടാവണം എന്നല്ല, ഞാൻ വീണ്ടും ഇതിങ്ങനെ പറയുകയാണ്. ചില ആൾക്കാർ ചിലപ്പോൾ കമൻറ്റ് ചെയ്യും, നീ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നിലെ പ്രേക്ഷകൻ വെറുതെ തുള്ളി ചാടിക്കളയും തിയേറ്ററിൽ. അത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പപ്പേട്ടൻ വരുന്നു, ഭരതേട്ടൻ വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരാൾ വന്നു പോവുക, അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഭയങ്കര വൈബായിരിക്കും തിയേറ്ററിൽ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രതീക്ഷ എന്ന് പറയുന്നത്, ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഫീൽ ചെയ്തത് രജനീകാന്തിൻ്റെ തുടക്ക കാലഘട്ടം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും റെഫറൻസുകൾ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. രജനീകാന്തിനേക്കാൾ കൂടുതൽ രാജ് ബഹദൂർ എന്ന് പറയുന്ന ആളെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. രജനീകാന്ത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി
അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഫിനാൻഷ്യലിയൊക്കെ സപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, ഇതാ എൻ നൻപൻ എന്നൊക്കെ പറഞ്ഞിട്ട് രജനീകാന്ത് അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു സീൻ സിനിമയിൽ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായിട്ടൊരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ വന്നാൽ അത് വേറെ റേഞ്ച് സാധനമല്ലേ. പിന്നെ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ സിനിമ നടക്കുന്ന കാലഘട്ടം എന്നവർ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള അതേ കാലഘട്ടത്തിൽ സിനിമയുടെ എന്താ പറയുക, മാറുന്ന സിനിമയുടെ സംഗീത ശബ്ദമായിട്ട് മാറിയ ഇളയരാജ മാത്രമല്ല, MS വിശ്വനാഥൻ്റെ ഒരു റെഫറൻസ് ചിലപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് തെറ്റായിരിക്കും, എന്നാൽ പോലും MS വിശ്വനാഥൻ, അദ്ദേഹത്തിനെ രാജസാർ അത്രയധികം ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇളയരാജ വരുന്നു, അദ്ദേഹമായിട്ടുള്ള റെഫറൻസുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് അന്നക്കിളിയൊക്കെ ഇറങ്ങി വളരെ ഹിറ്റാവുന്നത് 76-ലൊക്കെയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ സിനിമ യാത്രയൊക്കെ പറയുമ്പോൾ ഇതൊന്നും മെൻഷൻ ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇതിനെങ്ങനെയായിരിക്കും ഒരു സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്നറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട്ടെ സംഗീത സദസ്സുകളുടെ റെഫറൻസുകൾ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇതിൽ മധു പകരു എന്ന് പറയുന്ന ട്രാക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യപിക്കുന്നുണ്ട്, അതിനോടൊപ്പം അദ്ദേഹം പാടുന്നുണ്ട്, അത് മുഴുവൻ ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു സംഗീത സ്നേഹികളുടെ കൂട്ടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഗീത സദസ്സുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു കോഴിക്കോട് ഒരു കാലത്ത്. കോഴിക്കോട് മാത്രമല്ല പലയിടങ്ങളിലും, പക്ഷേ നമുക്ക് പേരെടുത്ത് പറയാൻ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കോഴിക്കോടിൻ്റെ മെൻഷൻ ട്രെയിലറിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഗീത സദസ്സ് അത് തന്നെയായിരിക്കും, ഈ മധുപകരു എന്നുള്ള പാട്ട് തന്നെയായിരിക്കും പ്രണവിൻ്റെ ഇൻട്രോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജ്ഞാപകം എന്ന് പറയുന്ന ആ പാട്ടില്ലേ, അതിൻ്റെ എൻഡ് ടോണില്ലേ, അത് പ്ലേ ചെയ്തിട്ടാണ് ഈ മധുപകരു എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ജ്ഞാപകം എന്ന് പറയുന്ന ട്രാക്കാണ് ഈ എൻറ്റയർ സിനിമയെ കൊണ്ടുപോകാൻ പോകുന്നത്. അതിനെ കണക്ട് ചെയ്ത് തന്നെയാണ് മധുപകരു എന്ന് പറയുന്ന ട്രാക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നാലാമത് ഞാൻ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറേ റെഫറൻസുകൾ എന്ന് പറയുന്നത്, അത് ഒരു റെഫറൻസ് അല്ല, ഒരു കൂട്ടം റെഫറൻസുകളാണ്. ഈ മാറുന്ന മലയാള സിനിമ എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഈ സിനിമയുടെ ട്രെയിലറിൽ ഒരു സ്ഥലത്ത് നമ്മളിതിൽ പ്രൊഡ്യൂസറെ കാണുന്നുണ്ട്. പുള്ളിയുടെ ബാക്കിൽ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിലിം ഇടുന്ന ക്യാമറയാണ്. അപ്പോൾ ആ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടല്ലോ മലയാള സിനിമ കണ്ടിട്ടുള്ള, ആ അപ്ഡേഷൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ചവരുണ്ട്, അതിന് ശ്രമിച്ചവരുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, പുതിയ മാറ്റങ്ങൾ നമുക്ക് എന്തിനാണ് എന്ന് ചിന്തിച്ച് മാറ്റങ്ങൾക്കൊപ്പം നീങ്ങാതെ ഒടുങ്ങിപ്പോയവരുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അത് പ്രത്യക്ഷത്തിൽ വന്ന് പറയാന്നുള്ളതല്ല, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റണമല്ലോ ആ ചേഞ്ച്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഷാൻ റഹ്മാൻ്റെ ക്യാരക്ടർ ട്രെയിലറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നീതപ്പിള്ളയുടെ ക്യാരക്ടറെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം തൊട്ടടുത്തൊരു ഷോട്ട് എന്ന് പറയുന്നത് ഈ നടുവിന് കൈ കൊടുത്ത് അയ്യോ അമ്മേ എനിക്കിനി വയ്യെന്ന് പറഞ്ഞ ഭാവത്തിൽ നിൽക്കുന്ന ഷാൻ റഹ്മാനെയാണ്. താരസിംഹാസനങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി പഴയ രീതിയിൽ തന്നെ സിനിമകൾ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, താരസിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നിട്ടുള്ള ആരുടെയൊക്കെയോ മെൻഷൻസ് അല്ലെങ്കിൽ ആരുടെയൊക്കെയോ റെഫറൻസുകളായിരിക്കാം ഒരുപക്ഷെ ആ കഥാപാത്രം എന്നെനിക്ക് തോന്നുന്നു. അതെന്താണെന്നറിയാനുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ട്. കോടമ്പാക്കം, അവിടെ നന്നായവരുണ്ട്, വിജയിച്ച് വന്നവരുണ്ട്, ഒന്നുമാവാതെ ഒതുങ്ങിപ്പോയവരുണ്ട്, പിന്നെ കിട്ടിയത് കൊണ്ട് ഒതുങ്ങി ജീവിച്ചവരുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ സ്വാമിനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടർ ട്രെയിലറിൽ പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. കോടമ്പാക്കം എന്ന് പറയുന്നത് അച്ചടക്കമില്ലാതെ ജീവിക്കുന്നവർക്ക് ഒരു ബർമുഡ ട്രയാങ്കിൾ പോലെയാണെന്ന്. അങ്ങനെ അവിടെ ഒടുങ്ങിപ്പോയ ഒരു കഥാപാത്രമായി നമ്മുടെയൊക്കെ കണ്ണ് നനയിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും പ്രണവിൻ്റെ ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കോടമ്പാക്കം കഥകൾ നമ്മൾ ഒരുപാട് വായിച്ചറിഞ്ഞിട്ടുള്ള കഥകൾ, കഥാപാത്രങ്ങളുടെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആയിട്ടാണെങ്കിലും നമ്മുടെ മുന്നിലേക്ക് എത്തും. നമ്മുടെ കണ്ണ് നനയിക്കുന്ന ഒരു സിനിമ, അതായത് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും മനസ്സ് നിറഞ്ഞ് ആരെയൊക്കെയോ ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെ വരുന്നൊരു സിനിമ ആയിരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഈ സിനിമയിൽ ഒരുപാട് പേര് തകർക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവാണോ, ധ്യാൻ ശ്രീനിവാസൻ്റെ തിരിച്ചുവരവാണോ, പ്രണവിനെ ഒരു സ്റ്റാർട്ടത്തിലേക്ക് എത്തിക്കുന്നതാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ഗംഭീര പ്രകടനം നമ്മൾ കാണാൻ പോകുന്ന സിനിമയാണെന്നാണ്. ആൻഡ് നമുക്ക് മലയാളത്തിലേക്ക് പുതിയൊരു സംഗീത സംവിധായകനെ കിട്ടുകയാണ്, അമൃത് രാംനാഥ്. ബാക്കി നമുക്ക് തിയേറ്ററിൽ കാണാം. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, നിങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ത്രില്ല് പകരും, തിയേറ്ററിൽ നിങ്ങൾ വെറുതെ വേറെ ലെവൽ ഫീലിലേക്ക് എത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം എന്താണ്? നമുക്ക് ആരോഗ്യപരമായ ചർച്ചകളുണ്ടാക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലോങ് ലിവ് സിനിമ.